ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ ഇന്നൊരു നല്ലൊരു പോഡ്കാസ്റ്റ് ഡ്യുവൽ മൈക്കാണ് പരിചയപ്പെടുത്തുന്നത്. സോ ഈ മൈക്ക് വലിയ വിലയൊന്നുമല്ല, എന്നാൽ വളരെ കോമ്പാക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ആ, വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി സാധാരണ ഈ ഓപ്പൺ ക്യാമറ ഉപയോഗിച്ച് ആ, ഇതുപോലുള്ള മൈക്കുകൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ നമ്മുടെ മൊബൈലിലെ മൈക്കിൽ തന്നെ അല്ലെങ്കിൽ ക്യാമറയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ജസ്റ്റ് ഒന്ന് കാണണം, ഫുള്ളായിട്ട് കാണണം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ പറയാം. സോ എത്ര വിലയാണെന്നും പറയാം. ഓക്കെ, എൻജോയ്. ഇത് ഹിറ്റേജിൻ്റെ ഒരു ഒരു പ്രീമിയം വേർഷൻ ഓഫ് മൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പോഡ്കാസ്റ്റ് സ്റ്റാർ BTM 5258 എന്ന് പറയുന്ന ഒരു മൈക്കാണ്. ഡ്യുവൽ കോളാർ മൈക്കാണ്. ഇതിൻ്റെ C ടൈപ്പ് ഫോണിലും സാധാരണ കൺവേർട്ടർ ഉപയോഗിച്ച് ആപ്പിൾ ഫോണിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡ്യുവൽ മൈക്കാണ്. ഈ സൗണ്ട് ഡയറക്ഷൻ, ഓംനി ഡയറക്ഷൻ സൗണ്ട് അതിൽ നന്നായിട്ടത് ചെയ്യും. നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഞാൻ ഇതിനു മുമ്പ് പല മൈക്കുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ചില പ്രത്യേക സോഫ്റ്റ്വെയറിൽ മാത്രമേ ആ മൈക്കുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഈ മൈക്ക് സപ്പോർട്ട് ഓൾ ഡിവൈസസ് എന്നതാണ്. വളരെ വില കുറഞ്ഞ ഒരു മൈക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഈ പൗച്ച്. ഇത് പൗച്ച് ഇങ്ങനെയാണ്. ഐ ലവ് ഹിറ്റേജിൻ്റെ ഒരു മൈക്കാണ്. സോ ഇതിൻ്റെ പുറലത്തെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വ്ളോഗിങ്ങിന് ഉപയോഗിക്കാം, റെക്കോർഡിങ്ങിന് ഉപയോഗിക്കാം, ലൈവ് സ്ട്രീമിങ്ങിന് ഉപയോഗിക്കാം, ഇൻ്റർവ്യൂസിന് 2 പേര് ചേർന്ന് ഇൻ്റർവ്യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല മൈക്കാണിത്. ഇതിൻ്റെ ചിപ്സെറ്റും ഫീച്ചേഴ്സും ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചിപ്സെറ്റ് 5666C എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് അതിനകത്തുള്ളത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2 ആണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ. ബാറ്ററി 60 mAh ബാറ്ററി ഉണ്ട്. 1.5 hours ചാർജ് ചെയ്താൽ പ്ലേ ടൈം 4 hours കിട്ടുമെന്നാണ് പറയുന്നത്. C ടൈപ്പ് ചാർജിങ് ആണുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. ഹൈലി സെൻസിറ്റീവായിട്ടുള്ള ഒരു മൈക്ക് കൂടിയാണിത്. പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള ഓപ്ഷൻ, ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യുക, ഓട്ടോമാറ്റിക് അത് ബ്ലൂടൂത്തുമായിട്ട് കണക്റ്റ് ആവും. സോ അതിനകത്ത് വേറെ നമ്മൾ എക്സ്ട്രാ അതിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. നല്ല ക്ലിയർ ഓഡിയോ ഇതിന് കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. സോ ഞാൻ ഇതിൻ്റെ ഇപ്പോഴുള്ള ഓഡിയോ എൻ്റെ ഫോണിൻ്റെ ഓഡിയോ ആണ്. സോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് മൈക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അതിൻ്റെ ഓഡിയോയുടെ ക്ലാരിറ്റി കാണിക്കാം, ഡിസ്റ്റൻസും കാണിക്കാം. മോഡൽ നമ്പറും ഒക്കെ ഇതാണ്. ഇതിൻ്റെ വില MRP കൊടുത്തിരിക്കുന്നത് 2499 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. മെയ്ഡ് ഇൻ PRC എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഇൻ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചൈനയുടെ ഒരു പ്രോഡക്റ്റാണിത്. സോ മെയ്ഡ് ഇൻ PRC എന്നിവിടെ എഴുതിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈനയുടെ പ്രോഡക്റ്റാണ്. മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എഴുതിയിട്ടുണ്ട്. സോ പക്ഷേ ഇത് ഇന്ത്യയിലാണ് ഇതിൻ്റെ മെയ്ഡ് വന്നിരിക്കുന്നത്. പക്ഷേ കൺട്രി ഒറിജിൻ എന്ന് പറയുന്നത് PRC ആണ്. പക്ഷേ ഇന്ത്യൻ മെയ്ഡ് സാധനമാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സോ ഹിറ്റേജ് എന്നുള്ള കമ്പനിയുടെ പോഡ്കാസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് എന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ബോക്സൊക്കെ തുറന്നപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. സോ 2 മൈക്ക് ഉണ്ട്. ഒന്നാമത്തെ മൈക്ക് ഇത്, രണ്ടാമത്തെ മൈക്ക് ഇത്. സോ ഇതാണ് ബ്ലൂടൂത്ത് അഡാപ്റ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആപ്പിൾ ഫോണിനാണെങ്കിൽ ഈ ജസ്റ്റ് ഈ കണക്ടറിലൂടെ C കേബിളിലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചാർജിങ്ങിന് വേണ്ടി ഒരു ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഒരു C ടൈപ്പ് ചാർജിങ് കേബിളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എനിവേ, നമുക്കിതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു മൈക്കാണ്. അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മൈക്കാണ്. റൈറ്റ്, നമുക്കിനി ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മൈക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ സൗണ്ടിനകത്തൂടെ, ഈ മൈക്കിൻ്റെ വരുന്ന സൗണ്ടാണ്. അതുകൊണ്ട് നിങ്ങളിത് ലോങ് ഡിസ്റ്റൻസിലും വെച്ചാലും ഷോർട്ട് ഡിസ്റ്റൻസിൽ വെച്ചാലും നിങ്ങൾക്കിതൊരു 10 മീറ്റർ വരെ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഞാൻ അടുത്ത റൂമിൽ
വില വെച്ച് നോക്കി. സോ ഇത് അത്തരത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു മൈക്കാണ്. എത്ര രൂപയാണ് ഇതിന്റെ വിലയെന്ന് നമുക്ക് നോക്കണം. അതാണ് വിലയെന്ന് പറയുന്നത്. 750 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ വാങ്ങിച്ചത് ഇൻഡോറിൽ നിന്നാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷോപ്പാണെന്നൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിന്റെ കോൺടാക്ട് നമ്പറും ഒക്കെ തരാം. നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. സോ തീർച്ചയായിട്ടും ചെറിയ ഇപ്പൊ തുടക്കക്കാർക്കൊക്കെയാണെങ്കിൽ വ്ളോഗിങ് തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ മൈക്ക് ഉപയോഗിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വലിയ വില കൊടുത്ത് ഡിജിറ്റെക്കിന്റെ ഒക്കെ മൈക്ക് വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല തുടക്കക്കാർക്കൊക്കെ വ്ളോഗിങ്ങിനൊക്കെ ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും കാണാം. ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്. ബൈ.